ഇന്ന് ഞാൻ എൻ്റെ സ്വീറ്റ് പൊട്ടറ്റോൻ്റെ വളർച്ചാഘട്ടങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഈ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കബോർഡിൻ്റെ മുകളിൽ വെച്ചേക്കായിരുന്നു. 2 ദിവസത്തേക്ക് മറന്നുപോയി. അത് പിന്നെ എന്തോ ഓർത്ത് ഞാൻ എടുത്ത് നോക്കിയത്. അതിൻ്റെ ക്ലിപ്പാണ് ഫസ്റ്റ് കണ്ടത്. അതുകൊണ്ടാണ് ഫസ്റ്റ് ആ സ്വീറ്റ് പൊട്ടറ്റോ ഇറക്കി വെച്ചത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ വളരും തോറും ഓരോ ദിവസവും എനിക്കതിൻ്റെ വളർച്ച എൻ്റെ ക്യാമറയിൽ പകർത്താന്ന് പറയുന്നത് ഭയങ്കര കൗതുകമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം ഇതിന് മുമ്പ് ഞാനിങ്ങനെ സ്വീറ്റ് പൊട്ടറ്റോ 1-2 പ്രാവശ്യം ഇങ്ങനെ ഇറുക്കിലൊക്കെ കുത്തി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്തിട്ട് ഒന്നും റെഡി ആയില്ല, പിടിച്ച് കിട്ടിയില്ല. അത് ചീഞ്ഞും പിന്നെ ഓരോ പ്രാണികൾ ഈച്ചകളൊക്കെ വന്ന് അങ്ങനെ ഇതായി കേടായി പോവുക ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം ഒട്ടും വിചാരിക്കാണ്ട് പിടിച്ച് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഇത് ഞാൻ കൊണ്ട് ഡൈനിങ് ടേബിളിൻ്റെ അവിടെ നിന്ന് ഞങ്ങളുടെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗമുണ്ട് ജനലിൻ്റെ അടുത്ത്. അവിടെയാണ് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് സാധാരണ വെക്കുക. അവിടെ കൊണ്ട് വെച്ചതിൻ്റെ കേട്ടോ ഈ ഒരു മഞ്ഞ കളർ ഇലകൾക്ക് വന്ന് അങ്ങനെ വെയിലിങ്ങനെ ഏൽക്കരുതെന്ന് തോന്നുന്നു. അത് പിന്നെ 2-3 എണ്ണം അങ്ങനെ മഞ്ഞച്ച് അങ്ങനെ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞ് വീണ്ടും ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വെച്ചപ്പോൾ ആൾ ഉഷാറായി. പിന്നെ കുറച്ചിങ്ങനെ ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി അതങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വേരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നിട്ട് അതൊക്കെ കൂടി മുകളിൽ ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര സന്തോഷം. എനിക്ക് ശരിക്കും പറഞ്ഞത് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് അറിയില്ലായിരുന്നു, വേറെ ഏതോ കിഴങ്ങ് വിഭാഗമാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നെ ഇവിടുത്തെ അമ്മോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞത് സ്വീറ്റ് പൊട്ടറ്റോ തന്നെയാണ്. ഞാൻ ഈ പിങ്ക് കളറിലുള്ള സ്വീറ്റ് പൊട്ടറ്റോ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ശരിക്കുള്ള പച്ചപ്പ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതാണ്. ഭയങ്കര ആഗ്രഹമായിരുന്നു ഇത് വെച്ച് പിടിപ്പിക്കുന്നത്. പിടിച്ച് കിട്ടിയാൽ ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്തായാലും ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ ബൈ.